അവന്റെ കല്ലർക്ക് കാവൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്ന യേശുവിനെ അടക്കം ചെയ്ത കല്ലറയിലാണോ? എങ്കിൽ സൂക്ഷിക്കാം. നിങ്ങൾ എത്ര അല്ലാന്ന് പറഞ്ഞാലും അവൻ പറയപ്പെടും പോലെ ദൈവപുത്രനാണ്. അവനോ ദൈവപുത്രൻ? വെറും വിലകീനൻ. എന്നീ കൺമുമ്പിൽ കിടന്ന അവൻ പിടഞ്ഞു മരിച്ചത്. ദൈവപുത്രനാണെങ്കിൽ പീഡനം സഹിക്കേണ്ട വല്ല കാര്യവും നിന്ദിക്കരുത്. നാട്ടിൽ പരക്കിയ സംസാരം അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. വെറുതെ ഒന്നും നിർത്തോ? നിന്നെ പോലെ കുറെ വിഡ്ഢികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ തൊട്ടു സുഖപ്പെടുത്തി കണ്ണിന് കാഴ്ച കിട്ടി ദൈവത്തിന്റെ സ്വന്തം പുത്രനാണെന്ന് പറയും. വിഡ്ഢികൾ, അവന്റെ കാപിടത്തിൽ വീണുപോയ പരമ വിഡ്ഢികൾ. എന്റെ മുഖത്ത് നോക്കി ഒന്ന് പറയൂ, അവൻ ദൈവപുത്രനല്ലെന്ന്. അതിനെന്താ? അവൻ ദൈവപുത്രനല്ലെന്നേ. അവനെ അടിച്ചതും തൊഴിച്ചതും കൊന്നതും മറക്കാൻ നിങ്ങൾ ഇങ്ങനെ പറയും. ഇവളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റൂ അവൻ ദൈവപുത്രനല്ലെന്ന്? പറ്റില്ല അല്ലേ? അവന്റെ നിഴലെ നമ്മളുടെ മകളുടെ മേൽ വീണിട്ടുള്ളൂ. 4 കാലിൽ എഴുതി നടന്ന അവളിപ്പോൾ ഓടി നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അത് നിങ്ങൾക്കും എനിക്കും നിങ്ങൾ കൊന്നുകളഞ്ഞ മനുഷ്യന്റെ പേരുള്ള വിശ്വാസത്തിന്റെ പുറത്താണ്. അവന്റെ തേജസ് ആ കണ്ണുകളിൽ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അവനല്ല നമ്മുടെ മകളെ സുഖപ്പെടുത്തിയതെന്ന് ഇനിയും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ കണ്ട വിഡ്ഢികളെ പോലെ അല്ല ഞാൻ കണ്ടതേ കണ്ടെന്ന് പറയൂ, കേട്ടതേ കേട്ടെന്ന് പറയൂ. എനിക്ക് പോണം. എത്രയാണെങ്കിലും കാവൽ നിർത്തിയാലോ?
ദൈവപുത്രനാണോ? താങ്ങാൻ കഴിയാത്ത ഒരു പ്രകാശജ്വാല ഭൂമി